മന്ത്രി സജി ചെറിയാൻ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പരാതി കിട്ടണം, പരാതി കിട്ടിയാൽ മാത്രമേ നടപടിയെടുക്കൂ എന്ന്. ഈ പരാതികൾ അല്ലെങ്കിൽ അനുഭവങ്ങളല്ലേ മൊഴികളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ പോരാത്തതിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇവരൊക്കെയും തുറന്നു പറയുക കൂടി ചെയ്യുന്നുണ്ട്. ഇത് ഇരകളാണ് തുറന്നു പറയുന്നത്. ഇരകൾക്കൊപ്പം നിൽക്കുമെന്ന് പറയുന്ന സർക്കാരിന്റെ ഭാഗമായ മന്ത്രി സജി ചെറിയാൻ ഇപ്പോഴിതാ പറയുന്നു, ഇനിയും പരാതി കിട്ടിയാൽ മാത്രമേ നടപടിയെടുക്കൂ എന്ന്. മൂത്തി, ഇതിലേതായാലും വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. തുടക്കം മുതൽ ഇത് തന്നെയാണ് സർക്കാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ നിന്ന് തടി തപ്പാനുള്ള ഒരു നീക്കമാണ് സർക്കാരും അതോടൊപ്പം തന്നെ സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും ഒക്കെ ആവർത്തിച്ച് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇരയ്ക്കൊപ്പമാണ് എന്ന് പറയുകയും പരാതി ലഭിച്ചാൽ അത് അന്വേഷിക്കാമെന്ന് പറയുകയും ചെയ്യുന്നതിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. ഒപ്പം മനുഷ്യപ്പറ്റുള്ള ഒരു സർക്കാരായിരുന്നു എങ്കിൽ ചെയ്യേണ്ടിരുന്നത് എന്താണ്? കേരളത്തിൽ വന്ന് ഒരു അന്യ സംസ്ഥാനത്തുള്ള ഒരു നടിക്ക് ഒരു ദുരനുഭവം നേരിടേണ്ടി വരുന്നു എന്നൊരു വെളിപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാം, അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു വിശദീകരണം അവരോട് തേടാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമസഹായം ആവശ്യമാണെങ്കിൽ അത് നൽകാം എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ മന്ത്രി പറയുന്നത് പരാതി ഉണ്ടെങ്കിൽ, പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി അന്വേഷിക്കാം എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ രഞ്ജിത്ത് ഇപ്പോഴും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി തുടരുകയാണ്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അത് കൃത്യമായി അന്വേഷിച്ച് മാത്രമേ അതിലേക്കൊക്കെ പോകാൻ കഴിയൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി ആലോചിക്കേണ്ടത് രഞ്ജിത്ത് തന്നെയാണ്. ഇങ്ങനെ ഒരു ആരോപണ വിധേയനായി ആ കസേരയിൽ ഇരിക്കുന്നതാണോ നല്ലതെന്ന് അദ്ദേഹം തന്നെ ആലോചിക്കേണ്ടതാണ് എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വലിയ തോതിലുള്ളൊരു വിമർശനം ഒക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഈ വിഷയം ഉയർന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ യുവജന സംഘടനകളുടെ എല്ലാം ഭാഗത്തു നിന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലടക്കം ഉണ്ടായിരുന്നു. ഏതായാലും ഈ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഏറ്റവും പ്രധാനമായും ഈ രഞ്ജിത്തിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള, ചലച്ചിത്ര അക്കാദമി ചെയർമാനെ സംരക്ഷിച്ചുകൊണ്ടൊരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഏതായാലും രഞ്ജിത്തിനെ തള്ളാൻ സർക്കാർ ഒരുക്കമല്ല എന്ന് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി ഏതായാലും പ്രധാനമായും അറിയേണ്ടത് ഈ നടി പരാതിയുമായി മുന്നോട്ട് പോകുമോ? ആ പരാതി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, മന്ത്രി പറയുന്നത് അനുസരിച്ച് പരാതി കൊടുക്കുകയാണെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇനി അറിയേണ്ടത്. ഇനി പുറത്തു വരേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും സർക്കാരിൻ്റെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ ആ വാർത്താ സമ്മേളനത്തിലടക്കം പലരും ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പല മൊഴികളും ഉണ്ടായിരുന്നു. ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളാണ് അന്ന് സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മന്ത്രി ആയിരുന്ന AK ബാലൻ ഇന്നലെ പറഞ്ഞത് ഈ കാര്യമാണ്. ഇന്ന് മന്ത്രി ആവർത്തിക്കുന്നതും ആ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നിലപാടിൽ യാതൊരു തരത്തിലുള്ളൊരു മാറ്റമോ യാതൊരു തരത്തിലുള്ളൊരു അനുനയമോ ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ പരാതിയുമായി ഇത്രയധികം ആളുകൾ ഇങ്ങനെ രംഗത്തേക്ക് വരുമ്പോഴും ഈ സർക്കാർ ആ ഒരു സാമട്ട് തുടരുന്നു എന്ന് തന്നെ നമുക്ക് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടി വരും. സ്റ്റെഫിൻ, മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മന്ത്രിയുടെ വാക്കുകൾ വളരെ പ്രതിഷേധാർഹം ആണ് അത് എനിക്ക് തോന്നുന്നു. കാരണം ഇര വന്ന് പറയുകയാണ്, എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഈ ആളിൽ നിന്നും, രഞ്ജിത്തിൽ നിന്നും ഉണ്ടായി എന്ന് ഒരു അന്യനാട്ടുകാരിയായ വനിത വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് പരിഗണിക്കുക പോലും ചെയ്യാതെയാണ് പറയുന്നത്. ഇനി എങ്ങാനും അദ്ദേഹം നിരപരാധിയാണെങ്കിലോ, ഇന്ത്യ അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു സിനിമക്കാരനല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കുന്നത് ഇതൊരു രാഷ്ട്രീയ നിയമനമാണെന്നും അത് രാഷ്ട്രീയപരമായി തന്നെ അത് പരിശോധിക്കേണ്ടതുള്ളൂ എന്ന നിലപാട് മാത്രമാണ് എടുക്കുന്നത്. ഇതിൽ എവിടെയാണ് ഇരകൾക്കൊപ്പം നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാനേ കഴിയുന്നില്ല. അതാണ് അതിലെ വൈരുദ്ധ്യം. അതായത് ഈ ഇരകൾക്കൊപ്പമാണ് എന്ന് പറയുകയും ഈ ആരോപണം ഉന്നയിക്കുന്നവരെ എല്ലാം തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിലാണ് ഏറ്റവും പ്രധാനമായും ഈ സർക്കാരിൻ്റെയും സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെയും ഒക്കെ നിലപാടിലുള്ള ഒരു വൈരുദ്ധ്യവും ആ പ്രശ്നവും അവിടെയാണ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായിരുന്നു ഇങ്ങനെ ഒരു ആരോപണം, പ്രത്യേകിച്ചും ആ ഒരു അന്യഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് എത്തിയ നടി അവരുടെ അനുഭവങ്ങൾ വിവരിക്കുന്നു, അതിന് സാധൂകരിക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ പല മൊഴികൾ, സംവിധായകരുടെ അടക്കം പല സിനിമാ പ്രവർത്തകരുടെ മൊഴികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഈ നടി നേരിട്ടു എന്നടക്കമുള്ള ആരോപണങ്ങൾ വരുമ്പോൾ എന്തായിരുന്നു ഒരു സിനിമാ മന്ത്രി പറയേണ്ടത് എന്നത് വ്യക്തമാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള നിയമസഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ വനിതാ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ളൊരു സഹായം വേണമെങ്കിൽ അത് ലഭ്യമാക്കും, അതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള കാര്യമായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോഴും സർക്കാരും സിനിമാ വകുപ്പ് മന്ത്രിയും പറയുന്നത് എന്താണ്?
ഇരയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു നിലപാടെടുക്കുന്ന സമീപനമാണുള്ളത്. ഒരുപക്ഷെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു അന്വേഷണം നേരിടട്ടെ എന്നൊരു സമീപനമൊക്കെ എടുക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഉണ്ടായില്ല. ഏതായാലും ഇനി വരുന്ന സമയത്ത്, വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അത്രയധികം ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതരിലേക്ക് തന്നെ ഈ വിരൽ ചൂണ്ടുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇടവേള ബാബുവിനെതിരെ വന്നിട്ടുണ്ട്. അമ്മയുടെ ഏറെക്കാലത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രമുഖ സംവിധായകനായ രഞ്ജിത്തിനെതിരെ വരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മഞ്ഞുമലയുടെ അറ്റമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇനി വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ പല കാര്യങ്ങൾ, ഈ ഹിയാമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പല സുപ്രധാന കാര്യങ്ങളും ശരിയാണ്. ഇന്നലെ 2 തരത്തിലാണ് കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട് അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജഗദീഷും അതോടൊപ്പം തന്നെ സിദ്ദിഖും സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ പറയുന്ന കാര്യങ്ങളിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നു.